കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണ പോകാൻ നേരം ഗാഥ പറയണേ, അതെ ഒന്ന് നിന്നേ, ഇതുപോലുള്ള സാഹചര്യത്തിൽ ഇതുപോലെ ദരിദ്രവാസിയായ ആൾക്കാരൊക്കെ ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാറുണ്ട്. ഗാഥ പേടിക്കണ്ട, എന്താണെങ്കിലും ഞാൻ ആത്മഹത്യയെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. അന്നേരം ഗാഥ പറയണേ, അയ്യോ അങ്ങനെയല്ല, നീ ചിന്തിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ നീ നിൻ്റെ അമ്മയും ഇല്ലാതാവുന്നത് തന്നെയാണ് എനിക്ക് സന്തോഷം. തെരുവിൽ കിടക്കുന്ന 2 പട്ടികൾ ജീവനെടുക്കുക, ആരാതൊക്കെ ശ്രദ്ധിക്കാൻ പോകുന്നത്, ആർക്കാ അതിൽ ഛേദം? അതുകൊണ്ട് അങ്ങനെ വല്ല തീരുമാനം എടുക്കുകയാണെങ്കിൽ അതിനൊക്കെ കൂടുതൽ സന്തോഷമൊക്കെ മാത്രമേ ചെയ്യുള്ളൂ. എന്നാൽ പിന്നെ ഇനി ഇവിടെ എന്ത് കാഴ്ച കാണാൻ നിൽക്കുക? വേഗം ഒന്ന് പൊക്കൂടെ. ഒരു കാലത്തും ഇനി നീയോ നിൻ്റെ അമ്മയോ എൻ്റെ കൺമുമ്പിൽ വരാൻ പാടില്ല. എൻ്റെ എന്നല്ല, നവീൻ്റെ കൺമുമ്പിലും. അത്രക്ക് ദൂരത്തേക്ക് വേണം രണ്ടും കൂടി പോകാനായിട്ട്, മനസ്സിലായോ? അങ്ങനെ പറഞ്ഞ് കൃഷ്ണ അവിടെ നിന്ന് ദേഷ്യത്തിൽ പറഞ്ഞു വിടുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് റൂമിൽ സിത്താര ആകെ സങ്കടത്തിലിരിക്കുവാണ് കേട്ടോ. അടുത്ത് തന്നെ സിനിയുമുണ്ട്. സിത്താരയാണെങ്കിൽ കൃഷ്ണയോട് അങ്ങനെയൊക്കെ പറഞ്ഞതിലും കൃഷ്ണയെ സങ്കടപ്പെടുത്തി എവിടെ നിന്ന് വിട്ടതിലൊക്കെ വല്ലാത്തൊരു വേദനയിൽ കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്തായിരിക്കോട്ടോ ഗാഥ അങ്ങോട്ടേക്ക് വരുന്നത്. ഗാഥയാണെങ്കിൽ ഒത്തിരി സന്തോഷത്തിൽ തുള്ളിച്ചടിയാണ് വരുന്നത്. മമ്മി, എനിക്കറിയാം മമ്മിക്ക് അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടതിൽ ചെറിയ വിഷമമൊക്കെ ഉണ്ട്. മമ്മിക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ടല്ലേ മമ്മിയോട് ഇത്രയും വലിയൊരു ചതി ചെയ്ത അവളുടെ അമ്മ പ്രസവിച്ചതായിട്ട് കൂടി മമ്മിക്ക് അവളോട് ക്ഷമിക്കാൻ പറ്റിയത്, മമ്മിക്ക് അവളെ കുറച്ചെങ്കിലും ഒന്ന് സ്നേഹിക്കാൻ പറ്റിയത്. എന്താണെങ്കിലും ഞാൻ ഒത്തിരി ഹാപ്പിയായി. എൻ്റെ ജീവിതത്തിന് തടസ്സമായി നിന്നിരുന്ന അവളെ ഈ നാട് കടത്തിയില്ലേ മമ്മി. ഇപ്പോഴാണ് മമ്മി എൻ്റെ പഴയ മമ്മിയായിട്ട് മാറിയത്. എന്താണെങ്കിലും മമ്മി അവളോട് കുറച്ച് സ്നേഹം കാണിച്ചല്ലോ, അത് ഒരു കണക്കിന് നല്ലത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മമ്മിയുടെ വാക്ക് അവൾക്ക് തട്ടിക്കളയാനൊന്നും പറ്റില്ല. മമ്മി അവളോട് കാണിച്ച സ്നേഹം അവളുടെ മനസ്സിൽ ചെറുതായിട്ടെങ്കിലും ഒന്ന് പതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മമ്മിയോടുള്ളൊരു കടപ്പാടായിട്ട് അതെന്നും അവളുടെ മനസ്സിലുണ്ടാകും. അങ്ങനെ ഒരു കടപ്പാട് ഉള്ളത് കൊണ്ട് തന്നെ അവളും അവളുടെ അമ്മയും ഇനി ഒരിക്കലും ഈ നാട്ടിലേക്ക് തിരിച്ചു വരില്ലെന്ന് നമുക്കൊരു ഗ്യാരണ്ടി ഉണ്ടാകുമല്ലോ. താങ്ക്സ് മമ്മി, മമ്മി എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെ മാറ്റി തരുന്നതിന്. അന്നേരം സിത്താര പറയണേ, എനിക്ക് എൻ്റെ മോള് കഴിഞ്ഞിട്ടേ മറ്റാരും ഉള്ളൂ. അതെനിക്കറിയാം മമ്മി, ദേഷ്യം വരുമ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നതാണ്. ഇപ്പോഴും മമ്മിയുടെ മനസ്സിൽ ചില ആശങ്കകളും ടെൻഷനും ഒക്കെ ഉണ്ടല്ലേ. എന്നെ അവിടുത്തെ മുത്തശ്ശി തല്ലിയതല്ലേ, ഞാനിനി അങ്ങോട്ടേക്ക് തിരിച്ചു പോകുമോ, അവരോട് ഇനി ഞാൻ പ്രതികാരം ചെയ്യുമോ, അങ്ങനെയുള്ള ചിന്തകളെല്ലാം മമ്മിയുടെ മനസ്സിലുണ്ടല്ലേ. എന്നാലേ അതൊന്നും വേണ്ട, ഞാൻ ഇപ്പം തന്നെ കളരിക്കലേക്ക് തിരിച്ചു പോകുവാണ്. എന്താണെന്നല്ലേ മമ്മി ആലോചിക്കുന്നത്? അവൾ ഈ നാട്ടിൽ നിന്ന് ഇപ്പോൾ എന്നേക്കുമായിട്ട് പോകാൻ പോകുവാണല്ലോ. പിന്നെ ഞാൻ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ മനസ്സിൽ എടുത്തു വെച്ച് എൻ്റെ നല്ല ജീവിതം നശിപ്പിക്കുന്നത്? നവീനും ഞാനും ഇനി സന്തോഷത്തോടെ ജീവിക്കും, അവളുടെ ശല്യമോ നീൾവട്ടോ ഒന്നുമില്ലാതെ തന്നെ. അങ്ങനെയുള്ളപ്പോൾ മുത്തശ്ശിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഈ ഒരു കാര്യം എനിക്ക് മറന്നു കളയാവുന്നതേ ഉള്ളൂ. നവീൻ ആഗ്രഹിക്കുന്നത് പോലെ, ആ കുടുംബം ആഗ്രഹിക്കുന്നത് പോലെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നവീൻ്റെ ഭാര്യയായിട്ട് ഇനി ഞാൻ ജീവിക്കാൻ തുടങ്ങാൻ പോകുക മമ്മി. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലിപ്പോൾ എത്ര സന്തോഷമുണ്ടെന്നറിയോ. അവൾ ഈ നാടേനെ വിട്ട് പോകുമല്ലേ, അവളുടെ വൃത്തികെട്ട മുഖം ഇനി കാണണ്ടല്ലോ. സിനി ചേച്ചിക്ക് എന്താ ഒന്നും പറയാനില്ലേ? എനിക്കെന്ത് പറയാനുള്ളത്? എനിക്ക് ഇക്കാര്യത്തിലും പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. സിതാര മടത്തൊരു തീരുമാനം എന്താണോ അത് തന്നെയാണ് എൻ്റെ തീരുമാനം. എന്നാൽ മമ്മി, ഞാൻ പോകാനായിട്ട് റെഡി ആവട്ടെ. അങ്ങനെ പറഞ്ഞ് ഗാഥ അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് സിതാര തന്നോട് ആവശ്യപ്പെട്ട കാര്യവും അവിടെ നടന്ന കാര്യമെല്ലാം കൃഷ്ണ ഗോപാലിനോട് സുനന്ദയോടും പറയുവാണ് കേട്ടോ. അത് കേട്ട് സുനന്ദ പറയണേ, എന്നാലും ഇത് വല്ലാത്തൊരു ചെയ്തായിപ്പോയി ആ സിതാര മാഡം മോളോട് ചെയ്തത്. അവർക്ക് എന്ത് അവകാശമാണ് മോളോടും മോളുടെ അമ്മയോടും ഈ നാട്ടിൽ നിന്ന് തന്നെ പോകാൻ പറയാനും മാത്രം? അങ്ങനെ ഇപ്പോൾ നമ്മൾ പോയില്ലെങ്കിൽ അവരെന്താ ചെയ്യുക? അവർ ഇങ്ങോട്ടേക്ക് വരുമായിരിക്കും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മോൾക്ക് തന്നെയല്ലേ പ്രശ്നം. അന്നേരം ഗോപാലിനും പറയണേ, അതേ മോളെ, നീയൊക്കെ അവരിങ്ങനെ പേടിച്ച് ജീവിക്കേണ്ട കാര്യമുണ്ടോ? അവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളതിനെ പ്രതിരോധിക്കും. അന്നേരം കൃഷ്ണ പറയണേ, അതൊന്നും വേണ്ട ഗോപാലമാമ, ഒന്നുമില്ലെങ്കിലും ഈ നാട്ടിൽ ഇനി നിൽക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. എത്ര തവണ അതിനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴെല്ലാം വീണ്ടും വീണ്ടും നമ്മൾ നവീൻ്റെ മുമ്പിലേക്ക് തന്നെയല്ലേ ചെന്നപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാട് വിട്ടു പോകുന്നതാണ് എൻ്റെ ആ പ്രശ്നത്തിലുള്ള ശരിയായ ഒരു മാർഗം എന്ന് എനിക്ക് തോന്നി. സിതാര മേഡം പറഞ്ഞപ്പോൾ എനിക്കും അത് ശരിയായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത്. ഓരോ തവണ നവീനെ കണ്ടു കഴിയുമ്പോഴും മനസ്സിന് വല്ലാത്തൊരു ഭാരമാണ്. സങ്കടം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എത്ര നാളിങ്ങനെ നീറി പുകഞ്ഞ് ജീവിക്കും? ഇവിടെ നിന്ന് മാറി നിൽക്കുവാണെങ്കിൽ എല്ലാ കാര്യങ്ങളും മറക്കാൻ പറ്റില്ലേ? ഒരു മാറ്റം അതെന്താണെങ്കിലും നല്ലതാണെന്ന് എനിക്ക് തോന്നി. അന്നേരം ഗോപാലൻ പറഞ്ഞേ, എന്നാലും മോളെ, മറ്റൊരു സ്ഥലത്തേക്കെന്നൊക്കെ പറയുമ്പോൾ നീയും തങ്കം ഒറ്റയ്ക്ക് ഇങ്ങനെ ഇവിടെ മാനേജ് ചെയ്യും? നിനക്കാണെങ്കിൽ ഇപ്പോൾ പറയാനായിട്ട് നല്ലൊരു ജോലി പോലും ഇല്ലല്ലോ. എങ്ങനെ നിങ്ങളവിടെ ജീവിക്കും? ഒരമ്മയും മകളെ പെട്ടെന്ന് കാണുമ്പോൾ ആൾക്കാർ ഏതൊക്കെ രീതിയിലോട്ട് നോക്കും? നിങ്ങൾക്കവിടെ ഒരു സുരക്ഷിതത്വം ഉണ്ടാകുമോ? അതൊന്നുമില്ലാതെ ഞങ്ങൾ എങ്ങനെയോട് സമാധാനത്തോടെ ഇരിക്കും? അന്നേരം കൃഷ്ണ പറയണേ, ഗോപാലമാമ, ഞങ്ങൾ ഈ നാട്ടിലേക്ക് വന്നപ്പോഴും ഞങ്ങൾക്ക് അങ്ങനെ പറയത്തക്ക ബന്ധുക്കൾ ആരും ഇല്ലാഞ്ഞല്ലോ. പിന്നെ ദൈവങ്ങളുടെ സ്ഥാനത്താണ് നിങ്ങൾ രണ്ടാളും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതും പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഞങ്ങളെ ചേർത്ത് നിർത്തിയതൊക്കെ.
അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. നിങ്ങളെ വിട്ടു പോകാൻ ഇഷ്ടമുണ്ടായിട്ടുമല്ല. പക്ഷേ സാഹചര്യങ്ങൾ, ചില തീരുമാനങ്ങൾ നമ്മളെ കൊണ്ടെടുപ്പിക്കില്ലേ? ഇതിനും അങ്ങനെ കണ്ടാൽ മാത്രം മതി. എന്താണെങ്കിലും പോകാനുള്ള തീരുമാനം എൻ്റെ ഉറച്ചതാണ്. ഞാൻ കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കണം. അമ്മയെ കാര്യം പറഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കില്ല. അമ്മയെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കേണ്ടത് നിങ്ങൾ രണ്ടാളും ചേർന്നാണ്. സിത്താര മാഡം പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നറിഞ്ഞാൽ അമ്മ ഉറപ്പായും ഇതിനെ എതിർക്കും. അതുകൊണ്ട് തൽക്കാലം അമ്മ ഇത് അറിയിക്കേണ്ട. ബാക്കിയെല്ലാം വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം. അങ്ങനെ പറഞ്ഞ് കൃഷ്ണ റൂമിലേക്ക് പോകുവാണ്. ഈ സമയം ഗോപാലനും സുനന്ദയുമാണെങ്കിൽ കൃഷ്ണയുടെ കാര്യം ഓർത്ത് ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നിർമ്മല വീടിൻ്റെ പുറത്ത് വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അന്നേരം കീർത്തി ചോദിക്കണേ, അമ്മ എന്തായി നോക്കുന്നത്? ഒന്നുമല്ല, ഇവിടെ നിർത്തിയേ വീട്ടിലേക്ക് പോയിട്ട് കുറേ നേരമായല്ലോ. ഈ കാര്യം സിത്താര എങ്ങാനും അറിഞ്ഞാലേ വലിയൊരു കലാപം തന്നെ അവൾ ഉണ്ടാക്കിയെടുക്കും. പക്ഷേ ഇത്രയും സമയമായിട്ടും സിത്താര പകരം ചോദിക്കാനായിട്ട് ഇവിടെ വന്നില്ലല്ലോ. അതാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ വന്നിരുന്നെങ്കിൽ നമുക്ക് സന്തോഷമുള്ള കാഴ്ചകൾ നമ്മുടെ കൺമുമ്പിൽ തന്നെ കണ്ട് ആസ്വദിക്കായിരുന്നല്ലോ. അങ്ങനെ അവർ പറഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും കേട്ടോ ഗാഥയുടെ കാർ വരുന്നത് കാണുന്നത്. അത് കാണുന്നതും കീർത്തി പറയണേ, ദേ നോക്കിക്കാമേ, അവളുടെ കാറല്ലേ അത്. അന്നേരം കാറിൽ നിന്ന് ഇറങ്ങുമായിരിക്കും ഗാഥ. അത് കാണുമ്പോൾ കീർത്തി ചോദിക്കണേ, ഇവളെ ഇനി വീട്ടിലേക്ക് കയറ്റിയില്ലേ? വാ നമുക്ക് ചോദിക്കാം. അല്ല, നീ എന്താ പോയതുപോലെ ഞാൻ തിരിച്ചു വരുന്നത്? അമ്മായും കീർത്തി എന്നെ കാത്ത് നിൽക്കുമായിരുന്നോ? ഞാൻ വരാത്തതിൽ സങ്കടമല്ലേ? ഇപ്പം ഞാൻ വന്നില്ലേ, സന്തോഷമില്ലേ രണ്ടാൾക്കും? അങ്ങനെ പറഞ്ഞ് ഗാഥ ചിരിച്ചു കളിച്ച് അകത്തേക്ക് കയറി പോകുവാണ് കേട്ടോ. അത് കണ്ടിട്ട് ഇവർക്ക് രണ്ടുപേർക്കും വിശ്വസിക്കാൻ പറ്റില്ല. ഇവൾക്കിതെന്തു പറ്റി? നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ കാര്യങ്ങളൊക്കെ നടന്നത്. അങ്ങനെ ഗാഥ അകത്തേക്ക് വരുവാണ്. ഈ സമയം മുത്തശ്ശിയും സുമിത്രയൊക്കെ അങ്ങോട്ടേക്ക് എത്തുക. സുമിത്ര ഗാഥയെ കാണുന്നതും ഗാഥയെ കെട്ടിപ്പിടിക്കണേ, മോളെ. അമ്മേ സോറി മുത്തശ്ശി. മുത്തശ്ശി അങ്ങനെയൊക്കെ പെട്ടെന്ന് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയ ദേഷ്യം വന്നു. അല്ല ഞാൻ പോയത്. പക്ഷേ എൻ്റെ ഭാഗത്തു നിന്നൊരു തെറ്റുണ്ടായാൽ അത് തിരുത്താൻ ഉള്ള അവകാശം മുത്തശ്ശിക്കും ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാനതിനെ അങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. എനിക്ക് മുത്തശ്ശിയോട് ഒരു ദേഷ്യമോ സങ്കടമോ പരിഭവമോ ഒന്നുമില്ല. എന്നാൽ പിന്നെ ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ. അങ്ങനെ പറഞ്ഞ് ഗാഥ അകത്തേക്ക് കയറി പോകുവാണ്ടോ. ഈ സമയം സുമിത്ര പറയണേ, എന്നാലും എന്താ അമ്മ ഗാഥമോൾക്ക് പറ്റിയത്? ഗാഥമോളുടെ ഈ മാറ്റം വിശ്വസിക്കാൻ പറ്റുന്നില്ല. കുറച്ചു മുമ്പ് നമ്മളോട് പെരുമാറിയിട്ട് പോയ ഗാഥയാണോ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്? ഈ സമയം നിർമ്മല പറയണേ, അത് തന്നെയാ സുമിത്രേ, ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ രണ്ട് ഗാഥ. ഇന്നലെ വരെ പൂജ ചെയ്തുണ്ടായ ഗാഥയല്ല ഇപ്പോൾ ഉള്ളത്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ലല്ലോ. അധികം വൈകാതെ തന്നെ രണ്ടുപേരും നിങ്ങളുടെ മുമ്പിൽ വന്നു എന്ന് പറയും. അപ്പോളേ നീയൊക്കെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുള്ളൂ. അന്നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സുമിത്ര ഓർക്കും. മോള് വാ. അങ്ങനെ പറഞ്ഞ കീർത്തിയും നിർമ്മല അകത്തേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം സുമിത്ര ചോദിക്കണേ, അല്ല അമ്മ എന്തോന്നും പറയാത്തത്? എന്താണെന്നറിയില്ല സുമിത്രേ, ഇന്നലത്തെ വ്രതത്തിൻ്റെയും മറ്റും ഉറക്കം നിന്നതല്ലേ, അതിൻ്റെ ചെറിയൊരു ഉറക്ക ക്ഷീണമുണ്ട്. ഞാൻ എന്നാ അങ്ങ് ചെല്ലട്ടെ. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശകത്തേക്ക് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണ ബാഗിൽ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെക്കുവാണ് കേട്ടോ. ഈ സമയം ഇതുകൊണ്ട് അങ്ങോട്ടേക്ക് ഒരു തങ്കം, അല്ല നീ എന്തിനാണ് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്നത്? എങ്ങോട്ട് പോകാൻ പോകുക? അന്നേരം കൃഷ്ണ പറയണേ, അത് പിന്നെ ഞാനും എൻ്റെ അമ്മയും കൂടി ഒരു ചെറിയ ട്രിപ്പ് പോകാൻ പോകുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ലായിരുന്നു നേരത്തെ തന്നെ അമ്മയുടെ അസുഖമൊക്കെ മാറിക്കഴിഞ്ഞാൽ കുറേ സ്ഥലത്ത് എനിക്ക് അമ്മയെ കൊണ്ടുപോയി കാണിക്കണമെന്നൊക്കെ ഉണ്ടെന്ന്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പോൾ തന്നെ ചെറിയൊരു യാത്ര തുടങ്ങാൻ പോകുക. ഈ സമയം ഗോപാലനും സുനന്ദയ്ക്ക് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതെ, നീ എന്നെ പറ്റിക്കാമെന്നൊന്നും വിചാരിക്കണ്ട. സത്യം പറ, എങ്ങോട്ടേക്കാണ് പോകുന്നത്? അമ്മേ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കുറച്ച് നാളത്തേക്ക് ഈ നാട്ടിൽ നിന്ന് മാറി കുറച്ച് ദൂരെയുള്ളൊരു സ്ഥലത്തേക്ക് പോകുന്നു, ഒരു ചെറിയ ട്രിപ്പ്. അന്നേരം തങ്കം പറയുക, ട്രിപ്പൊന്നുമല്ല നീ പോകാൻ ഉദ്ദേശിക്കുന്നത്, ഒളിച്ചോട്ടമാണല്ലേ? നാട് കടത്തിയതാണോ നിന്നെ? ആര് പറഞ്ഞിട്ടാ നീ ഇപ്പോൾ ഇവിടുന്ന് പോകാനൊരുങ്ങുന്നത്? സിത്താര മാഡമാണോ? അമ്മേ വേണ്ട, നീ ഒന്നും പറയണ്ട. അങ്ങനെ ആരെങ്കിലും പേടിച്ച് പോകേണ്ട കാര്യം എന്താ നിനക്ക്? നമ്മളെന്താ അതിന് മാത്രം വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഈ നാട്ടിൽ നിന്ന് ഒരിടത്തേക്കും പോകുന്നില്ല. എനിക്കിവിടുന്ന് എങ്ങോട്ടേക്ക് വരാൻ ഇഷ്ടമല്ല. ഇപ്പോൾ അവർ നിന്നോട് ഈ നാട് വിട്ടു പോകാൻ പറഞ്ഞു. ഇനി അവർ നിന്നോട് ആത്മഹത്യ ചെയ്യാൻ പറയില്ലെന്ന് ആര് കണ്ടു? ഗോപാല, ഇവൾ പറയുന്നത് കേട്ടില്ലേ? അന്നേരം ഗോപാലൻ പറയണേ, കൃഷ്ണമോള് ഞങ്ങളോട് ഈ കാര്യം പറഞ്ഞിരുന്നു. ആദ്യം ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്കൊട്ട് അംഗീകരിക്കാൻ തോന്നിയില്ല. പിന്നീടൊന്ന് ആലോചിച്ചപ്പോൾ കൃഷ്ണമോളുടെ ഭാവിക്ക് കൂടി ഇതായിരിക്കും നല്ലതെന്ന് തോന്നി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും പല സാഹചര്യങ്ങളിൽ നവീനെ കാണുകയും നവീൻ്റെ കുടുംബത്തിലെ ഓരോരുത്തരെയും കാണുകയും ചെയ്യും. അതെല്ലാം കൃഷ്ണയുടെ മനസ്സിൽ വീണ്ടും സങ്കടങ്ങളുണ്ടാക്കിയല്ലേ ചെയ്യുള്ളൂ. തൽക്കാലം ഒന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ഈ സംഭവങ്ങളെല്ലാം മറക്കാനായിട്ട് അത് കൃഷ്ണമോളെ കൊണ്ട് പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഞങ്ങളും പിന്നെ ഇത് അങ്ങ് സമ്മതിച്ചു കൊടുത്തത്. ഞങ്ങളവിടെ ഒരു വീടും കണ്ടുവച്ചിട്ടുണ്ട്, കുറച്ച് ദൂരെയാണ്. സുനന്ദയുടെ പരിചയക്കാരിയായ ഒരു സ്ത്രീ അവിടെ താമസിക്കുന്നുണ്ട്. അവരോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഈ സമയം സുനന്ദ പറയണേ, 2-3 ദിവസം ജോലി പോയാലും കുഴപ്പമില്ല ഗോപാലേട്ടനും ഇവരുടെ കൂടെ ചെല്ല്. എന്നിട്ട് ആ സ്ഥലവും അവിടെയുള്ളവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്ക്. അന്നേരം കൃഷ്ണ പറയണേ, അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 2-3 ദിവസത്തെ കച്ചവടം കളയുക എന്ന് പറഞ്ഞാൽ അതത്ര ചെറിയ കാര്യമാണോ? ഞങ്ങളതൊക്കെ മാനേജ് ചെയ്തോളാം. എന്നാൽ സംഘത്തിലാണെങ്കിൽ ഈ തീരുമാനം ഒട്ടും അംഗീകരിക്കാൻ പറ്റിയില്ല കേട്ടോ. സംഘം ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുവാണ്.
അങ്ങനെ തങ്കം നേരെ ചെല്ലുന്നത് സിത്താരയുടെ വീട്ടിലേക്കായിരിക്കും കേട്ടോ. ഈ സമയം സിത്താര സിനിയും കൂടി എവിടെയോ പോകാനായിട്ട് റെഡിയായി നിൽക്കുവാണ്. അന്നേരം തങ്കം അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കണേ, കൃഷ്ണയെ കൊണ്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞാൽ നിങ്ങളുടെ മോളുടെ ജീവിതം ഇപ്പോൾ സുരക്ഷിതമായല്ലോ. അപ്പോൾ എൻ്റെ മോൾ ഇവിടുന്ന് നാട് കടത്തി വിടണം, അതാണല്ലേ നിങ്ങളുടെ ഉദ്ദേശം? അന്നേരം സിത്താര പറയണേ, പറയാനുള്ളതെല്ലാം ഞാൻ കൃഷ്ണയോട് പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. നിന്നോട് എനിക്ക് ഒരു എഗ്രിമെൻറ്റും ഇല്ല. അതുകൊണ്ട് തന്നെ നിന്നോട് സംസാരിക്കാൻ എനിക്ക് തീരെ താല്പര്യവുമില്ല. എനിക്ക് മറ്റാരേക്കാളും വലുത് ഗാഥയുടെ ജീവിതമാണ്, എൻ്റെ മോളുടെ ജീവിതമാണ്. അതിനു മുമ്പിൽ മറ്റാരുടെയും കാര്യം ഞാൻ ഓർക്കാറില്ല. അന്നേരം തങ്കം ചോദിക്കണേ, അപ്പോൾ കൃഷ്ണയോ? അവരുടെ കാര്യത്തിൽ എന്താ നിങ്ങൾ തീരുമാനിച്ചത്? മറ്റൊരാശ്രയോ ആലമ്പോ ഒന്നുമില്ലാത്ത ഒരു പാവം കുട്ടിയല്ലേ അവളെ ഈ നാട് കടത്തണമെന്നൊക്കെ പറഞ്ഞാൽ? എന്നാലേ നിങ്ങൾ കേട്ടോ, കൃഷ്ണ ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടേക്കും പോകാനായിട്ട് പോകുന്നില്ല. അവളും ഞാനും ഈ നാട്ടിൽ തന്നെ ജീവിക്കും. അങ്ങനെ പറഞ്ഞ് സിത്താരെ വെല്ലുവിളിച്ചുകൊണ്ട് തങ്കം അവിടെ നിന്ന് പോകാൻ തുടങ്ങുവാണ്. അന്നേരം സിത്താര തങ്കത്തിനോട് പറയണേ, നിൽക്ക്, നമ്മൾ തമ്മിൽ പല കടങ്ങളും തീരാത്തതായിട്ട് ഇപ്പോഴും ബാക്കിയുണ്ട്. അതെല്ലാം നിൻ്റെ മകളെ മുൻനിർത്തി നീ പക വീട്ടാമെന്നാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നീ അനുഭവിക്കേണ്ടി വരും. അന്നേരം തങ്കം പറയണേ, ഇത്രയും നാൾ ഞാൻ എൻ്റെ മോളെ ചേർത്ത് നിർത്തിയില്ലേ? അവളെ ഒരു പോറൽ പോലെ ഏൽക്കാതെ സംരക്ഷിച്ചില്ലേ? ഇപ്പോൾ എൻ്റെ ഹൃദയം തുന്നിയതാണ്. എന്നാലും എനിക്ക് ജീവനുള്ള കാലം വരെ ഞാൻ എൻ്റെ മോളെ സംരക്ഷിച്ചിരിക്കും. അങ്ങനെ ഈ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് വരുന്നത്. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് തങ്കം അങ്ങനെയൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച് പോയത് കാരണം സിതാര ആകെ ദേഷ്യത്തിലാണ് കേട്ടോ. സിതാര പറയണേ, ഇവളുടെ ഈ പെരുമാറ്റമൊക്കെ കാരണം കൃഷ്ണയോട് എൻ്റെ മനസ്സിലുള്ള സ്നേഹം പോലും എനിക്ക് ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അതെല്ലാം മാറ്റിവെച്ച് ചില കടുത്ത തീരുമാനങ്ങളൊക്കെ എനിക്ക് എടുക്കേണ്ടി വരും. പിന്നീട് വീട്ടിലെത്തിയ തങ്കം കൃഷ്ണയുടെ മനസ്സ് മാറ്റാനായിട്ട് വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നാൽ കൃഷ്ണയുടെ തീരുമാനം ഉറച്ചതാണെന്ന് കൃഷ്ണ തുറന്നു പറയുവാണ്. അത് കേട്ടിട്ട് തങ്കം പറയണേ, ഓ അത് ശരി, അപ്പോൾ പോകാൻ തന്നെയാണല്ലേ നിൻ്റെ തീരുമാനം? ഗോപാല, എപ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് നാട് കടത്താൻ പോകുന്നത്? പിന്നീട് കൃഷ്ണയാണെങ്കിൽ റൂമിൽ മാറി സങ്കടപ്പെട്ട് കരയുവാണ് കേട്ടോ ഒറ്റയ്ക്ക് നിന്ന്. ഇതുകൊണ്ട് സുനന്ദ അങ്ങോട്ടേക്ക് ചോദിക്കണേ, മോളെ എനിക്കറിയാം നിൻ്റെ മനസ്സിൽ നിന്ന് നിനക്കൊരിക്കലും നവീനെ പറിച്ചെടുത്ത് കളഞ്ഞ് നവീനിൽ നിന്നും അകന്നു പോകാൻ പറ്റില്ലെന്ന്. അങ്ങനെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സ് കരഞ്ഞ് ശംഖുപൊട്ടി കരയുവാണ് കേട്ടോ കൃഷ്ണ. അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കൃഷ്ണേനെയാണ് പ്രമുഖർ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ.